പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിലെ ഗ്ലോറിയ ഫ്യൂണിക്കുലാർ കേബിൾ ട്രെയിനിൽ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ 15 മരണം, 18 പേർക്ക് പരിക്കേറ്റു. ബ്രേക്ക് നഷ്ടമായ ട്രെയിൻ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നുണ്ട്. സോന, എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ബുധനാഴ്ചയാണ് ഏകദേശം ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. പ്രാദേശിക സമയം 6:15 ഇതുപോലൊരു അപകടമുണ്ടായത്. പോർച്ചുഗലിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഗ്ലോറിയ ഫ്യൂണിക്കുലാർ എന്ന കേബിൾ റെയിൽവേ പാളം തെറ്റിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 15ലധികം പേർ മരിക്കുകയും ഒരു കുട്ടിയടക്കം 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു ദാരുണമായ സംഭവമായിരുന്നു ബുധനാഴ്ച പ്രാദേശിക സമയം ഒരു 6:15 ഉണ്ടായത്. ഇതിൽ അപകടത്തിന് കാരണം വ്യക്തമല്ല. എന്നാൽ മരിച്ചവരിൽ ഭൂരിഭാഗവും വിദേശികളാണെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്ത് തന്നെ ആയാലും അതേസമയം റെയിൽവേ പാളത്തിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും കൃത്യസമയത്ത് തന്നെ നടത്തുന്നുണ്ടായിരുന്നു എന്ന ഒരു ആരോപണവുമായി റെയിൽവേ അധികൃതരും രംഗത്തെത്തിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്നത്. 15 പേർ മരിക്കുകയും റെയിൽവേ പാളം തെറ്റി 15 പേർ മരിക്കുകയും ഒരു കുട്ടിയടക്കം 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മൊണ്ടിനെഗ്രോ രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. ശരി, വ്യക്തമാണ്. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.